ഫലാ മാനിഅ മിൻ അംലിഹി അലാ ളാഹിരിഹി. ഇനി സൗമ് എന്നതിന്റെ അത് ലാഹിന്റെ മേൽ ചുമത്തുന്നതിന് വല്ല കുഴപ്പമുണ്ടോ? അതൊരു തടസ്സമല്ല. അപ്പൊ എന്തായിരിക്കാം? അന്നഹു സ്വാമ 12 ആമൻ ദായിമൻ, ഒരു 12 വർഷക്കാലം നിരന്തരം ദായിമായി നോമ്പ് നോക്കുന്ന ആളായിരുന്നു ശൈഖ് അവറുകൾ. കാരണം അങ്ങനെ പറയാം. എന്തുകൊണ്ട്? ഫഇന്ന മൻ ഖലഖൽ മലായികത ബിലാ ഹാജത്തിൻ ഇലാ തുആമിൻ വശറാബിൻ, അന്നപാനീയങ്ങളിലേക്ക് ആവശ്യമില്ലാതെ വെറും ഇബാദത്തിലായി കഴിഞ്ഞുകൂടുന്ന മലായിക്കത്ത് വർഗത്തിനെ സൃഷ്ടിച്ച അല്ലാഹ്, മലായിക്കത്തിന് എന്ന് അല്ലാഹ് സൃഷ്ടിച്ചോ അന്ന് മുതൽ എന്നും അവർക്ക് ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ഒരു വികാരമില്ല. ഇങ്ങനെ പടക്കാൻ കഴിഞ്ഞ അല്ലാഹു തആല ഖാദിർ, അവൻ കഴിവുള്ളവനാണല്ലോ. അലാ ജഅലി മൻ ശാഅ മിൻ ഇബാദിഹി, അല്ലാഹു തആലാന്റെ അടിയങ്ങളിൽ നിന്ന് ഉദ്ദേശിച്ചവരെ അവനാക്കാൻ കഴിയും. വനിയൻ അനുപമാ, ഷറാബും വേണ്ട, തആമും വേണ്ട, അത് രണ്ടിനെ തൊട്ടും ആവശ്യം തീർന്നവനായ നിലയിൽ ആവശ്യം തീർന്നവനായിട്ട് ആക്കാൻ അല്ലാഹനെ കൊണ്ട് കഴിയുമല്ലോ. കറാമത്തൻ, അത് അയാൾക്കുള്ളൊരു കറാമത്തായി ഞാൻ കൊടുക്കാലോ, അങ്ങനെ കഴിയുമല്ലോ. നിരന്തരം നോമ്പ് പറ്റുണ്ട്. അല്ലാഹു അഅലമു ബി ഹഖീഖത്തിൽ ഹാലി, എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് എനിക്കറിയൂല. അതിന്റെ യഥാർത്ഥ സ്ഥിതി അള്ളാഹ്ക്കേ അറിയുള്ളൂ പറഞ്ഞ് നമുക്ക് ഒഴിയാം. നമ്മൾ മനസ്സിലായിടത്തോളം പറഞ്ഞത് മാത്രം. സ്വായിമസ്വറുദ്ദീന, സ്വായിമസ്വറുദ്ദീന്റെ അർത്ഥം എന്താണ്? അയതതാബുഈന, തുടരെ തുടരെ നോമ്പ് നോൽക്കുന്നവരായിട്ട് എന്നർത്ഥം. നീ യുഖാലു, പറയപ്പെടാറുണ്ട് ഭാഷയിൽ, സ്വറദസ്സൗമ. സ്വറദസ്സൗമ എന്ന് പറയുമ്പോൾ അതിനർത്ഥമായി താബഅഹു, നോമ്പിനോട് തുടർന്ന് നോമ്പ് നോറ്റുന്നർത്ഥം. നീ വലം തനം നൗമതം വികാല തുർദീന, നിങ്ങളെന്താ ഉറങ്ങിയിട്ടെന്നല്ല, ആ ഉറക്കിൽ തൊറുതിന്റെ മേൽ ഉറങ്ങിയിട്ടില്ല. അലാ തൊറുതി എന്ന് പറയുന്ന ജാറുമജുർ മുത്തഅല്ലിഖും ബി തനം, ധനം എന്നതിനോട് ബന്ധിച്ചതാണ്. അപ്പൊ എന്തായ അർത്ഥം? ഐ ലം തനം നൗമതൻ, നിങ്ങൾ ഉറങ്ങിയിട്ടില്ല. നൗമത്തനൊരു ഉറക്ക്, എങ്ങനത്തെ ഉറക്ക്? സ്വാദിറതൻ അലാ തൊറുതി വഖിദ്ലാനി മിൻഹു തആല, അല്ലാഹു തആലാന്റെ ഭാഗത്തുനിന്ന് കൈവടിയുക, ഓടിക്കപ്പെടുക എന്നതിന്റെ മേലുണ്ടാകുന്ന ഉറക്കുണ്ട്. അത്തരമൊരു ഉറക്കം ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പൊ അള്ളാഹുവിലേക്കുള്ള അടുപ്പത്തിലായി ഉഴന്നുകൊണ്ടേയിരുന്നതിനർത്ഥം. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഒരു മനുഷ്യന് അത്യാവശ്യമായ ഏതെല്ലാം കാര്യം അത് മാത്രം എടുക്കുമല്ലോ, ആ അത്യാവശ്യമായ കാര്യത്തിന്റെയും അപ്പുറത്തേക്ക് നിങ്ങൾ വിജയിച്ചു, അതുപോലും നോക്കുന്നില്ല. മനുഷ്യന് അത്യാവശ്യമായി തിന്നുക, കുടിക്കുക, ഉറങ്ങുക, അതൊന്നുമില്ല, അതിന്റെ അപ്പുറത്തേക്ക് അങ്ങ് പോയി. അതൊക്കെ ചെയ്യുമ്പോ ആരാധനയ്ക്കുള്ള ഒരു മാർഗമായി തീരും. അതിന്റെ പരിധിയും വിട്ട് നിങ്ങൾ പോയി എന്നാണ്. ഇപ്പൊ രാത്രി ഇബാദത്തിൽ കഴിഞ്ഞുകൂടി ഒരു മനുഷ്യന് പകൽ ഖൈറുത്തിന്റെ ഉറക്കമൊക്കെ ഉണ്ട്, അത് ഇബാദത്തിന് ശക്തി കൂട്ടാൻ മാർഗങ്ങളൊക്കെയാണ്. അതുപോലും ശ്രദ്ധിക്കാതെ അതിന്റെ എത്രയോ അപ്പുറത്തേക്ക് ഞങ്ങൾ കയറിപ്പോയി എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനത്തെ ഉറക്കം ഉറങ്ങിയിട്ടെന്നല്ല, എപ്പോഴും നിരന്തരാണ് ഇബാദത്തിൽ. ഇനി വയഹ്തമിലു, പറയാം, സാധ്യതയുണ്ട്, അന്ന കൊല്ലം ജനം വിയ കാത്തു, ഈ 12 വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉറങ്ങിയിട്ടില്ല. 12 വർഷക്കാലത്ത് ഉറങ്ങിയിട്ടെന്നല്ല, അങ്ങനെ പറയാനോ. ഫഖദ് റുവിയ അൻ അബിൽ ഫത്ഹിൽ ഹർബി, അബുൽ ഫത്ഹ് എന്നവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കാണുന്നു. കമാബിൽ ഖലാഇദി, അത് ഖലാഇദ് ജൗഹറിലുള്ളത് ജവാഹിറുള്ളത് പോലെ. എന്ത്? അന്നഹു ഖാല, ഈ അബുൽ ഫത്ഹ് എന്നവര് പറയാണ്, ഖദംതു ശൈഖ് അബ്ദുൽ ഖാദിർ റളിയല്ലാഹു അൻഹു, ശൈഖ് അബ്ദുൽ ഖാദിർ തങ്ങൾക്ക് ഞാൻ 40 വർഷക്കാലത്തോളം സേവനം ചെയ്തിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ ഞാൻ കണ്ടത് പറയാം. വകാനബി മുദ്ദത്തിഹ, ഈ 40 വർഷ കാലഘട്ടത്തിൽ മഹാനവറുകൾ ആയിരുന്നു. യുസല്ലി സുബ്ഹ ബി വുളൂഇ ഇശാഇ, ഇശാക്കെടുത്ത വുളു ഉണ്ടല്ലോ, അതേ വുളു കൊണ്ട് സുബ്ഹ് നിസ്കരിക്കുമായിരുന്നു ഈ 40 വർഷക്കാലത്തോളം. അപ്പൊ തീരെ ഉറങ്ങിയിട്ടില്ല, അതിനർത്ഥം കിട്ടുമല്ലോ. 40 വർഷം ഉറങ്ങിയിട്ടില്ലൊരു മനുഷ്യൻ, എന്താ ശക്തി ഉള്ള അവർക്ക് കഴിവ്. വകാന ഇദാ ഹദസ, ഇനി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ജദ്ദദ ബി വഖ്തിഹി, അതേ സമയത്ത് പോയിട്ട് വുളു അവിടെ ഒന്നുകൂടെ പുതുക്കി ഉണ്ടാക്കും.
എന്നിട്ട് വസല്ലാർക്ക് രണ്ട് റക്കാത്ത് ഒന്നും മുറിയുന്നില്ല എന്നർത്ഥം. ഈ ഒരു നിലപാടിലൂടെ പോയ മഹാനാണ് മഹാനവറുകൾ. അതുകൊണ്ടാണല്ലോ മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങളെ പറ്റി കോഴിക്കോട്ടെ കാളി എന്ന് പറയുന്ന മഹാനവർ ഉണ്ടാക്കിയ മാലയിൽ പറഞ്ഞത്, നനവേറും മീശാത്തോളുതൊരുവാലെ 40 സുബ്ഹി തോളുതോവർ എന്ന് പറഞ്ഞില്ലേ, അതാണ് അന്തൽ മുലക്കബു ഹക്കം മുഹിയദ്ദീന. പിന്നെ അൽ മുലക്കബു സ്ഥാനമാനമുള്ളവരാണ്, സ്ഥാനം നൽകപ്പെട്ടവരാണ്. യഥാർത്ഥത്തിൽ മുഹിയദ്ദീൻ മുഹിയദ്ദീൻ എന്ന് നാമകരണം ചെയ്യപ്പെട്ടവരാണ്, ദീൻ ഹയാത്താക്കുന്നവർ എന്നാണ്. ഇത് കുന്തലിൽ ഖാദിരിൽ മുഖ്താരി അബ്ദൻ അതാൽ أعطاك من قدرة ما شئت المستطاع وأنت مقتدر في خلقه ومطاع أنت الوكيل له يا محي الدين. ഇത് കുന്ത അങ്ങ് ആയ സമയത്ത് ഖാദിറായ അള്ളാഹ്ക്ക്, അൽ മുഖ്താർ സ്വതന്ത്രനായ ഖാദിറായ ആൾക്ക്, അള്ളാഹ്ക്ക് നിങ്ങളായ സമയത്ത് എന്തായി? അബ്ദൻ അതാ, ആ അള്ളാഹ്ക്ക് അനുസരിക്കുന്ന അടിമയായി. അങ്ങനെ ആ അടിമയായ സമയത്ത് പരാർത്ഥം, അപ്പൊ അള്ളാഹ്ക്ക് അനുസരിക്കുന്ന ഒരു അടിമയായി നിങ്ങൾ മാറി. അപ്പോ ഈ പറയുന്ന വരി തഖീറുലിമാ തഖദ്ദമ മിൻ അലമത്തി ഇസ്മി, അദ്ദേഹത്തിന്റെ വലിയൊരു പേരിട്ടു തന്നെ ആ പേര്, അതാണ് മുമ്പ് പറഞ്ഞത്. ആ പറഞ്ഞതിനെ ശക്തിപ്പെടുത്തുന്നതും തേക്കിത് ചെയ്യുന്നതുമാണ് ഇത് തന്നെ. സുമ്മീത്ത മുഹിയദ്ദീൻ, ആ ഒരു പേരിന് എന്തൊക്കെ പറഞ്ഞു, അത് ശക്തി നൽകുന്ന ഒന്നാണ് ഇത്. എന്തോടുകൂടെ? മഅൽ ഇശാറത്തി, സൂചനയോടുകൂടെ. എവിടേക്ക്? ലൽ മുനാസബത്തി ബൈനൽ ഇസ്മി വൽ മുസമ്മ. ഇസ്മും അബ്ദുൽ ഖാദിറിന് പേരിട്ടു, അതിന്റെ മുസമ്മിന്റെ അർത്ഥം എന്താണ്? ഖാദിറിന്റെ അടിമ. അപ്പൊ ആ പേര് പോലെ തന്നെയാണ് തടി. അപ്പൊ ഇസ്മും മുസമ്മിൻ രണ്ടും ഒരുപോലെയായി എന്നതിലേക്കൊരു സൂചനയുണ്ട്. വൈലാ വജിഹി ലുഹൂൽ കറാമത്തി മിൻഹു, മഹാനവറുകളിൽ നിന്ന് അല്ലാഹു തആലയുടെ ആദര പ്രകാരം കിട്ടുന്ന കറാമത്ത് പ്രകടമാവുക എന്ന വഴിയുള്ളയും ഒരു സൂചനയുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പേരിന്റെ വണ്ണവൽപ്പം എന്താണോ മുമ്പ് പറഞ്ഞത്, അതിനെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ ബൈത്തുകൾ. കാരണം ഇന്ന ഇസ്മഹു, നിശ്ചയമായിട്ടും മഹാനവറുടെ പേര് അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഖാദിർ എന്നാണ് പേര്. വഖദ് ഇത്തസഫ ബിമഅനാഹു, അബ്ദുൽ ഖാദിർ എന്നതിന്റെ അർത്ഥം എന്താണോ അതുകൊണ്ട് മഹാനവറുകൾ വിശേഷണമുള്ളവരായി. ഖാദിറിന്റെ അടിമ, ഖാദിർ അള്ളയാണ്. അള്ളാന്റെ അടിമ എന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് വിധേയനായി പരിപൂർണമായി ജീവിക്കുന്ന ആള്. അപ്പൊ ഇന്നല്ലാഹ്, നിശ്ചയമായിട്ടും അടച്ച റബ്ബ്, ഖാദിറുൻ, അള്ളാഹ് ഖാദിറാണ്, കഴിവുള്ളവനാണ്. വഹുവ, ഈ ശൈഖവറുകളോ അബ്ദുല്ലഹു മുത്തിയൻ, അല്ലാഹു തആലാക്ക് അഥവാ ഈ ഖാദിറായ അള്ളാഹ്, ഈ അള്ളാഹ്ക്ക് എല്ലാ വിധേനയും അനുസരിക്കുന്ന ഒരു അടിമയുമാണ്. ശരിയായ ഇസ്മും മുസമ്മയും. വലാഹിറുൻ, വെളിവായതാണ്, തിരിയുന്നതാണല്ലോ എല്ലാവർക്കും. അന്നൽ അബ്ദ, നിശ്ചയമായിട്ടും ഒരു അടിമ, ഇദാ കാന മുതീഅൻ മർളിയൻ ലിസയ്യിദി, ഒരു യജമാനന് അനുസരിക്കുകയും തൃപ്തിമുള്ളവരായി മാറുകയാണെങ്കിൽ, വസയ്യിദു ഖാദിറൻ അലൽ ഇഅതായി, വേണ്ടത് അടിമക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന കാര്യത്തിന്റെ മേലിൽ സയ്യിദ് കഴിവുള്ളവനാവുകയും ചെയ്താൽ പല ശക്ക, അപ്പൊ ആ അടിമക്ക് വേണ്ട കാര്യത്തെ സയ്യിദ് കൊടുക്കുന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവൂല. അപ്പൊ അബ്ദുൽ ഖാദിർ എന്ന പേര് അത് അനർത്ഥമാക്കിക്കൊണ്ട് തന്നെ അർത്ഥമാകുന്ന നിലയിൽ പേരും മുസമ്മയൊക്കെ ഒത്തിരി ജീവിച്ചപ്പോ വേണ്ടതുപോലെ മഹാനവർക്ക് അല്ലാഹു തആല കൊടുത്തു. അപ്പൊ കൈഫല, എങ്ങനെ കൊടുക്കാതിരിക്കാൻ? വഖദ് ഖാല തആല, അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി
إني قريب أجيب دعوة الداع إذا دعاني فليستجيبوا لي وليؤمنوا بي لعلهم يرشدون. وإذا سألك عبادي عني, എന്നെ കുറിച്ച് എന്റെ അടിയങ്ങൾ നബിയെ അങ്ങോട്ട് ചോദിച്ചാൽ അപ്പൊ എന്ത് പറയണം? ഇന്നി ഖരീബുൻ, ഞാൻ അടുത്തുണ്ട്, അകലെയല്ല. ഉജീബു ദഅവത്തദ്ദായി, പ്രാർത്ഥിക്കുന്ന ആളുകൾക്കൊക്കെ ഉത്തരം ഞാൻ നൽകും. ഇദാ ദഅാനി, അവൻ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം കൊടുക്കും. ഫലസ്തജീബു ലീ, അപ്പോൾ അവർ എന്നോട് ഉത്തരം തരട്ടെ. വൽയുമിനു ബി, അവർക്ക് എന്നെ കൊണ്ട് വിശ്വസിക്കുകയും എനിക്ക് ഉത്തരം തരികയും ചെയ്യട്ടെ. എന്തിന്? ലഅല്ലഹും യർഷദൂന, അവർ സന്മാർഗികളായാൻ വേണ്ടിയിട്ട് എന്നാണ്. അപ്പൊ ഇതിനർത്ഥം എന്തായി? എന്റെ അടിമ എന്നോട് ചോദിച്ചാൽ ഞാൻ കൊടുക്കുന്നല്ലേ. അവന്റെ അടിമയല്ല അബ്ദുൽ ഖാദിർ, ഞാൻ ഖാദിറാണ്. മൊയ്തീൻ തങ്ങൾ എന്റെ അബിദാണ്. എനിക്കനുസരിക്കുന്ന അബിദായതുകൊണ്ട് ആ അബിദിന് വേണ്ടതൊക്കെ ഞാൻ കൊടുക്കും. ഇനി നോക്കൂ ഹദീസ്. റവൽ ബുഖാരിയു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളെ തൊട്ട് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത് കാണാം. കാല ഇക്കായത്തൻ റബ്ബി തആല, നബി തങ്ങൾ നേരിട്ട് പറയുന്നതല്ല, നബി തങ്ങൾ ഹദീസല്ല, അല്ലാഹു തആല അങ്ങ് പറഞ്ഞു കൊടുത്ത ഖുദ്സിയ ഹദീസാണ്. അപ്പൊ റബ്ബിനെ തൊട്ട് ഉദ്ധരിച്ചുകൊണ്ട് നബി തങ്ങൾ പറയുന്നു, വമാ യസാലു അബ്ദി, എന്റെ അടിമയായിക്കൊണ്ടേയിരിക്കും, യതഖറബു ഇലയ്യ, എന്നെക്കൊള്ള അടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്, ബിൻ നവാഫിലി, സുന്നത്തായ കർമ്മങ്ങളെ കൊണ്ട്. എത്രത്തോളം വെച്ചാൽ അത്താ ഒഹിബഹു, ഞാൻ അവനെ ഇഷ്ടപ്പെടുന്നത് വരെ അടുക്കും, ചോറുടെ ഇഷ്ടമായി മാറും. ഞാൻ ഇഷ്ടം വെച്ച എന്താകും? ഫൈദാ അഹ്ബബ്തുഹു, ഞാൻ അവനെ ഇഷ്ടം വെച്ച് കഴിഞ്ഞാൽ കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവന് കേൾക്കാൻ കൊടുത്ത ആ ശക്തിയുടെ കേൾവി ഉണ്ടല്ലോ, അത് സാധാരണ കേൾവിയായി മാറൂല, അസാധാരണ കേൾവിയായിട്ട് മാറും. എല്ലാവരും കേൾക്കുന്നതിനേക്കാൾ അതിവേഗത്തിൽ കേൾക്കാനുള്ളതായി ഏത് ദൂരത്ത് നിന്ന് കേൾക്കാനുള്ള ശക്തി നൽകും, അത് ഞാനായി മാറും. ബസറഹുല്ലദീ യുബ്സിറു ബിഹി, കാണാനുള്ള കണ്ണ് ഞാനാ കൊടുത്തത്, സാധാരണ കാഴ്ച. അത്ഭുതകരമായിരിക്കുന്ന കാഴ്ച കാണുള്ള കണ്ണ് ഞാനായിട്ട് മാറും. വയദഹുല്ലതീ യബ്തുഷു ബിഹാ, പിടിക്കാൻ പറ്റുന്ന കൈ ഞാനായിട്ട് മാറും. വറിജിലഹുല്ലതീ യംശി ബിഹാ, നടക്കാൻ പറ്റുന്ന കാല് ഞാനായിട്ട് മാറും. അതിന്റെ വിശദീകരണം മുമ്പ് പറഞ്ഞല്ലോ. വഇൻ സഅലനീ അഅതൈതു, അദ്ദേഹം എന്നോട് വല്ലതും ചോദിച്ചാൽ ഞാൻ കൊടുക്കും. വലഇൻ ഇസ്തആദ ബി ലഉഈദന്നഹു, എന്നോട് വല്ലതും കാവൽ തേടുകയാണെങ്കിൽ ഞാൻ അഭയം നൽകുകയും ചെയ്യും എന്ന് ഹദീസിൽ കാണാം. ഇതൊക്കെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ അടിയങ്ങൾക്ക് അള്ളാഹ് ചെയ്യുന്ന ഫضലുകളാണ്. ഇനി അഅതാക മിൻ ഖുദ്റത്തിൻ, അഅതാക, ആ അള്ളാഹ് നിങ്ങൾക്ക് നൽകി, മിൻ ഖുദ്റത്തിൻ, കഴിവിനാൽ. ഭർത്തമിന് ബയാനാണ്. എന്തിന് ബയാന്? ലിഖൗലിഹി മാ ശിഅത. അപ്പൊ എന്താർത്ഥം? അള്ളാഹ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, മാ ശിഅത, നിങ്ങൾ ഉദ്ദേശിച്ചത് എന്തോ അത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ആ ഒന്നെന്തിനാലാണ്? ഖുദ്റത്തിനാൽ എന്നായി. വഹുവ മാ ശിഅത എന്നുള്ളടത്ത മാ മഫ്ഊലുൻ സാനി ലി അഅതാക, അഅതാക എന്ന് പറയുന്ന ഫിൽ രണ്ടു മഫ്ഊല് വേണം. അല്ല, കാനിൽ ഒരു മഫ്ഊല്, രണ്ടാമത്തെ മഫ്ഊല് മാ എന്നുള്ളതുമാണ്. പിന്നുള്ളത് മിൻ മുസ്തത്വാഇൻ എന്നുള്ളതാണ്. മിൻ മുസ്തത്വാഇൻ എന്താ? തെർക്കീബ് ബദലുൻ, അത് തെർക്കീബ് ബദലാണ്. എന്തിൽ നിന്ന് ബദല്? മിൻ ഖൗലിഹി മിൻ ഖുദ്റത്തിൻ, ഖുദ്റത്ത് എന്ന് പറയുന്നത് ബദലാക്കാം. അപ്പൊ അഅതാക, അള്ളാഹ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു, മിൻ ഖുദ്റത്തിൻ, ഖുദ്റത്തിനാൽ, മാ ഒന്നിനെ നൽകി, ശിഅത നിങ്ങൾ ആ ഒന്നിനെ ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്തെന്നാൽ മിൻ മുസ്തത്താഴ്, നിങ്ങൾക്ക് അനുസരിക്കപ്പെടും, നിങ്ങൾക്ക് അനുസരിക്കുന്ന ആളായി മാറുക എല്ലാവരും. അപ്പൊ നിങ്ങൾ അനുസരിക്കപ്പെടുന്ന ആളായിട്ട് മാറും, എല്ലാവരും നിങ്ങൾക്ക് അനുസരിക്കും. ഇങ്ങനെയുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു എന്നായി. ഇനി ഇവിടെ ഷായിർ ഉദ്ദേശിക്കുന്നത് അന്നൽ മുറാദ ബിൽ ഖുദ്റത്തി അൽ മുഅതാത്ത്, നൽകപ്പെടുന്ന കഴിവ് എന്നുണ്ടല്ലോ, അതുകൊണ്ട് ഉദ്ദേശം ഹുവാദ് അല്ലദീ യുസ്തതാഉ, അനുസരിക്കപ്പെടുക എന്നുള്ള കഴിവാ.
നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അധീനപ്പെട്ട എല്ലാവരും വരും. അതന്നെ. ഇനി യുംകിനു അല്ലാഹു തആല ശൈഖ് അവർക്ക് കൊടുക്കുന്നത് ഇങ്ങനെയാവാം. എന്താവാം? ബിഖിലാഫിൽ മുഹാലിൽ അഖ്ലി. അഖ്ൽ കൊണ്ട് ചിന്തിച്ചാൽ സംഭവിക്കാൻ പാടില്ല. അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതിന് നേരെ എതിര് ഉണ്ടാകാൻ പറ്റും. അതെന്താന്ന് വെച്ചാൽ കൽ ഇസ്തിഗ്നായി അൻഹു തആല, അള്ളാഹുവിനെ തൊട്ട് ആശ മുറിയുക, ആവശ്യം തീരുക. ഇത് ഒരടിമക്കും പറ്റൂലല്ലോ. വൽ വുജൂദി ദാത്തി, തനിയെ ഉണ്ടാവുക. വ ഈജാദി ശൈഇൻ മിനൽ അശിയാഇ മിൻ ഗൈരി ഇസ്തിഖാൻ ഇലൈഹി തആല, അള്ളാഹുവിലേക്ക് ആവശ്യമില്ലാതെ ഏത് വസ്തുവിനും ഉണ്ടാക്കാൻ പറ്റുക. ഇത് ആഖിറപരമായി ചിന്തിച്ചാൽ സംഭവിക്കാൻ പറ്റാത്തവൻ അവരടിമയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിലേക്ക് ആശ്രയിക്കണം. പിന്നെ ദാത്ത് ഉണ്ടാവണമെങ്കിൽ അള്ളാഹു താൻ ഉണ്ടാക്കണം. മറ്റു പല വസ്തുക്കൾ ഉണ്ടാക്കണമെങ്കിൽ അള്ളാഹു താൻ സഹായം വേണം. ഇതൊന്നും വേണ്ട എന്ന് വെച്ചാൽ അത് സംഭവിക്കാൻ പറ്റാത്ത ഒന്നല്ലേ. ഇതിന് എതിരായിക്കൊണ്ട് കൊടുക്കാം. അപ്പൊ അള്ളാഹു താലാന്റെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഉണ്ടാക്കാൻ ഒരു സഹായം കിട്ടുന്നതൊക്കെ അള്ളാഹു താല കൊടുക്കുന്നു. അപ്പൊ ഇന്നദാലിക, അപ്പൊ അത് ലൈസ ശൈഖ് യുരീദു, ഇത്തരം മുഹാലായ ഒരു കാര്യം ശൈഖ് അവർ ഉദ്ദേശിക്കോ ഇല്ല. വലല്ലാഹു യുഅതി, ഇങ്ങനെ മുഹാലായ കാര്യം അള്ളാഹു താല അദ്ദേഹത്തിന് കൊടുക്കൂല. അപ്പൊ തനിച്ച് ഞാൻ തന്നെ എല്ലാം ഉണ്ടാക്കാം, ഞാൻ തന്നെ ആകുക, എനിക്ക് അള്ളാഹ് വേണ്ട, അങ്ങനത്തെ നിലപാടുണ്ടാവില്ല. എന്തിനും അള്ളാഹിനെ കൂട്ടിപ്പിടിച്ചിട്ടേ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കാം. فأنت مقتدر بخلقه ومطاع أنت الوكيل له يا محيي الدين. فأنت അങ്ങനെ വരുമ്പോ നിങ്ങൾ എന്താണെന്നറിയോ? മുഖ്തദിറുൻ, നിങ്ങൾ നല്ല കഴിവുള്ള സ്റ്റാൻഡേർഡുള്ള ആളാണല്ലോ. ഈ ഖൽഖിഹി, അള്ളാന്റെ സൃഷ്ടിയ സ്റ്റാൻഡേർഡുള്ള ആൾ നിങ്ങളാണ്. അങ്ങ് അനുസരിക്കപ്പെടുന്ന ആളുമാണ്. അൻത, നിങ്ങൾ അൽ വക്കീലുഹു, ഖാദിറായ അല്ലാഹു തആല ഏൽപ്പിച്ച ആളാണ്. അള്ളാഹ് ഏൽപ്പിക്കുന്നു, ആ അള്ളാഹിനെ ഏൽപ്പിക്കപ്പെട്ട ആൾ നിങ്ങളാകുന്നു. അള്ളാഹ് എന്തിനാണ് ഏൽപ്പിക്കപ്പെട്ടത്? അക്കാര്യം പറയാം. അപ്പൊ അല്ലാഹു തആലാന്റെ സൃഷ്ടികളെ നന്നാക്കിയെടുക്കുക, ആത്മപരമായിട്ട് ഉയർത്തിക്കൊണ്ടുവരിക, സൽസരണിയിലൂടെ നടത്തുക, ഇതാണ് അള്ളാഹ് ഏൽപ്പിച്ചിട്ടുള്ളത്. അത് നടത്താൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ട ആളാ നിങ്ങൾ. നിങ്ങൾ പറഞ്ഞ സൃഷ്ടികളൊക്കെ അംഗീകരിക്കും. സൃഷ്ടികൾ നിങ്ങൾക്ക് ഉന്നത സ്ഥാനമുണ്ട്. യാ മുഹിയ്യദ്ദീനി, ഏ മുഹിയ്യദ്ദീൻ തങ്ങളെ, ദീൻ അയാത്താക്കിയവരെയാണ്. ഇവിടെ ഒരു ചർച്ച വരാനുണ്ട്. എന്താ? അന്നമൻ ജാമ, വല്ലവരുത്തരും വാദിച്ചാൽ അന്നവി ഹാദൽ വസ്ഫി, ഈ പറയുന്ന വസ്തുല് അന്തമുക്ത കഴിഞ്ഞിട്ട് അന്തൽ വക്കീലു എന്ന് പറയുന്ന ഈ വസ്തുല് ഒരു മോശമായ ഒരു സുഖമില്ലാത്തതുണ്ട്, മോശമായ ഒരു മര്യാദ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു മര്യാദക്കേടുണ്ടെന്ന് വാദിച്ചു. എന്ത് ഭാഗത്തിൽ കൂടെ? മിന്നഹു അന്നഹു തആല ലൈസ ബിമുവക്കീൽ, ഒരാളെയും അള്ളാന്റെ കാര്യങ്ങൾ നടത്താൻ അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല എന്ന ഭാഗത്തിൽ കൂടെ നോക്കുമ്പോ അള്ളാഹ് ഏൽപ്പിച്ചു എന്നല്ല ഇവിടെ വരുന്നത്. അതൊരു മോശമായൊരു മര്യാദക്കാടല്ലേ. ബൽ, പിന്നെയോ ഹുവൽ വക്കീൽ, അള്ളാഹ് വക്കീലാണ്. എന്തിനാ അള്ളാഹ് വക്കീലാകുന്നത് എന്നാരെങ്കിലും വാദിക്കുകയാണ് എങ്കിൽ വഫല, അവൻ അശ്രദ്ധവാനായ പോലെയുണ്ട്. അങ്ങനെ വാദം വരാം. അങ്ങനെ വാദിക്കുന്നവരുണ്ടെങ്കിൽ അവർ അശ്രദ്ധവന്മാരായതേ ഉള്ളൂ. എന്ത് അശ്രദ്ധത? എന്തിനെ തൊട്ട് ഖൗലിഹി തആല, അള്ളാഹ് പറഞ്ഞൊരു വാക്കുണ്ട്, ഖുർആനിക വചനം. ആ വചനം മനസ്സിലാക്കാതെ ശ്രദ്ധിക്കാതെ അന്തം വിട്ടു പറഞ്ഞേ പറയാനുള്ളൂ. എന്താണ് അള്ളാഹ് പറഞ്ഞത്? ഫഇൻ യക്ഫുർ ബിഹാ ഹഉലാഇ ഫഖദ് വക്കൽനാ ബിഹാ ഖൗമൻ ലൈസു ബിഹാ ബികാഫിരീൻ. വല്ലവരുത്തനും നമ്മൾ ഈ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് നിഷേധിക്കുകയാണ് എങ്കിൽ, അല്ല വല്ലർത്ഥമല്ല, ഫഇൻ യക്ഫുർ ബിഹാ ഹഉലാഇ, ഈ കൂട്ടര് ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് നിഷേധിക്കുകയാണ് എങ്കിൽ ഫഖദ് വക്കൽനാ ബിഹാ, ഈ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് നമ്മൾ ഏൽപ്പിക്കും, നിശ്ചയം ഖൗമൻ, ഒരു വിഭാഗത്തെ ഏൽപ്പിക്കും, ലൈസു ബിഹ, ഈ ദൃഷ്ടാന്തങ്ങൾ കൊണ്ട് അവരല്ല ബികാഫിരീന, നിഷേധികളാകുന്നവരല്ല. അപ്പൊ നിഷേധികളായി ജനതയെ മാറ്റിയിട്ട് നിഷേധികളായി വരാത്ത സംശുദ്ധന്മാരായ ജനങ്ങളുണ്ട്.
അവരെ ഞാൻ ഈ ദൗത്യം കൊണ്ട് ഏൽപ്പിക്കും എന്നുള്ള പറയുമ്പോൾ വക്കല്ലാന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞില്ലേ. അപ്പൊ വക്കലിന്റെ സ്വഭാവം മുവക്കിൽ എന്നല്ലേ. അപ്പൊ അള്ളാഹു തആല മുവക്കിലാണെന്ന് അവിടെ കിട്ടിയില്ലേ? വെറും വക്കീലാന്ന് കിട്ടോ? ഇല്ല. അപ്പൊ മുവക്കിൽ അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ അൻതൽ വക്കീലു എന്ന് ഷെയ്ഖിനെ പറ്റിയിട്ട് വിശേഷം കൊടുത്ത് വക്കീൽ എന്ന് പറയുമ്പോ അള്ള മുവക്കിലാന്ന് വരും. ആ മുവക്കിൽ അള്ളാഹ്ക്ക് ഉണ്ടല്ലോ, പിന്നെന്താ പേടിക്കാൻ? പിന്നെ വക്കീൽ അള്ളയായിരിക്കെ പിന്നെ അള്ള മുവക്കിലാന്നൊക്കെ പറയുമ്പോ ഈ സിഫത്ത് ഷെയ്ഖിന് കൊടുക്കുന്നതിൽ മോശമായ ഒരു കേടുണ്ട്, ഒരു സൂഅൽ അദബുണ്ട്, മര്യാദക്കേണ്ടെന്ന് വാദം ശരിയല്ല. ഈ ആയത്ത് ഇന്ത്യക്കതുകൊണ്ട് പോയതാണ്. ഇനി അടുത്ത വരി شرفت جيلنا بالميلاد ساكنه علمت بالقبر بعدادا أماكنه يزوره كل مشتاق ولكنه في بيته قد يلاقي محي الدين